നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് കിട്ടിയില്ലേ. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ സൈഡിലുള്ള പ്രിൻ്റ് ഞാൻ ഈസി ആയിട്ട് കളഞ്ഞത്. ഇങ്ങനെ പ്രിൻ്റ് കളഞ്ഞു വെച്ച ഗ്ലാസ്സുകളാട്ടോ ഇതൊക്കെ. നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലിമെൻറ്റ് കിട്ടാറുണ്ട് അങ്ങനെ പ്രിൻ്റുള്ള ഗ്ലാസ്സുകൾ. ഇതുപോലെ എനിക്ക് കിട്ടിയ ഒരു ഗ്ലാസിൻ്റെ സെറ്റാണിത്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഗ്ലാസ് കാണാൻ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സാണ്. ചായയൊക്കെ എടുക്കാൻ പറ്റിയ ഗ്ലാസ്സാണിത്. അതുപോലെ തന്നെ നമുക്ക് ഡെസേർട്ടുകൾ എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ ഇത് നമുക്ക് പറിച്ച് എടുക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനെയുള്ള ഈ പ്രിൻ്റ് അത് നമുക്ക് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പ്രിൻ്റ് ജസ്റ്റ് ഈ കത്തി കൊണ്ട് ചുരണ്ടിയാൽ പോലും അത്ര നീറ്റായിട്ട് പോകില്ല. ഇപ്പോൾ പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ സ്ക്രാച്ച് വീഴും. എന്നാൽ ഇങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴാതെ നമുക്ക് ഈ മുഴുവൻ ഗ്ലാസ്സുകളുടെ പ്രിൻറ്റും എങ്ങനെ കളയുന്നതെന്ന് നോക്കാം അല്ലേ. എൻ്റെ സിസ്റ്ററിൻ്റെ മദറിലാണ് എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഗ്ലാസിൻ്റെ പ്രിൻ്റൊക്കെ പോകും. നമുക്കത് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാം. ആ ഗ്ലാസ്സുകൾ എന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്, നല്ല ഡിസൈനുള്ള ഗ്ലാസ് അല്ലേ ഇത്. പക്ഷേ നമുക്കിത് ഒരു ഗസ്റ്റ് വരുമ്പോഴും നമുക്കിതിൽ ചായ കൊടുക്കാനോ ഡെസേർട്ട് കൊടുക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്ലാസ്സുകൾ നമുക്ക് ഈ പ്രിൻ്റൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഗരം മസാലയുടെ ഒരു കിച്ചൺ ടിപ്പ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓരോ ഗ്ലാസ് വീതമാണ് ചെയ്ത് നോക്കുന്നത്. മുഴുവൻ ഗ്ലാസ്സും ഒരേ സമയം ചെയ്യുന്നില്ല, കാരണം ഒരുപാട് വിനാഗിരിയുടെ ആവശ്യം വരും നമുക്ക്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് വിനാഗിരിയാണ്. ഞാനിവിടെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരക്കപ്പ് വിനാഗിരി കേട്ടോ എടുത്തിട്ടുള്ളത്. സിന്തറ്റിക് വിനെഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഗ്ലാസിൻ്റെ പ്രിൻ്റ് ഉണ്ടല്ലോ, ഈ പ്രിൻ്റ് ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വിനാഗിരി വേണ്ടത്. പക്ഷേ ഈ പ്രിൻ്റ് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന അത്ര ഇല്ല വിനാഗിരി ഇതിൽ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടെ ഒഴിച്ച് വയ്ക്കുകയാണേ. ഇനി ഇത് കുറഞ്ഞത് ഒരു 7-8 മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ. ഈ പ്രിൻ്റ് കവർ ചെയ്യുന്ന ഈ ഭാഗം മാത്രം വിനാഗിരിയിൽ മുക്കി വെച്ചാൽ മതി, ബാക്കിയുള്ള മുഴുവൻ ഭാഗം മുക്കി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് കുറേ വിനാഗിരിയുടെ ആവശ്യം വരും. ഇപ്പോഴിങ്ങനെ മുക്കിയിട്ട് ഞാൻ അടച്ചു വയ്ക്കണം. ഒരു 5-6 മണിക്കൂറൊക്കെ മതി കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് സമയം ഉരച്ച് നിൽക്കേണ്ടി വരും. 8 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഗ്ലാസ്സിന് പൊട്ടലുകളോ ഒന്നും വരില്ല കേട്ടോ, വിലക്ഷയൊന്നും വരില്ല. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഗ്ലാസ്സുകളാട്ടോ ഇതൊക്കെ. പക്ഷെ ഇതിനൊന്നും ഇതുവരെ ഒരു പ്രശ്നമോ വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് 8 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കുകയാണ്. 8 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ ഗ്ലാസ് എന്തായെന്ന് നോക്കാം കേട്ടോ. വിനാഗിരിയിൽ നമ്മുടെ ഈ പ്രിൻ്റ് ഉള്ള ഭാഗം വെച്ചിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം. അതുകൊണ്ടില്ലേ കൈ കൊണ്ട് തന്നെ പോകുന്നുണ്ടേ. ഈ പോകാത്ത ഭാഗങ്ങൾ ചെറിയൊരു പീസ് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ക്ലീനായി വന്നിട്ടുണ്ട്. ഇവിടെ ഗ്ലാസിൻ്റെ പ്രിൻ്റ് ഉണ്ട്. നമുക്കിത് എടുത്ത് കളയാം. ഇനി ഒന്ന് വാഷ് ചെയ്യാം. നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് വെക്കണം കേട്ടോ. അത് നല്ല ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ഗ്ലാസ് കിട്ടിയില്ലേ. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ഗ്ലാസ് വയ്ക്കാം. ഇനി ഈ പ്രിൻ്റുള്ള ഭാഗം നമ്മുടെ വിനാഗിരിയിൽ മുങ്ങുന്ന രീതിയിൽ വയ്ക്കണം. ഞാനിത് അടച്ചു വയ്ക്കണം. വീണ്ടും ഒരു 7-8 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നിട്ട് ക്ലീൻ ചെയ്യാം. ഇത് രാത്രി നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കൊന്ന് എടുത്ത് ക്ലീൻ ചെയ്യാം. അതുപോലെ രാവിലെ പിന്നെ അടുത്ത ഗ്ലാസ് വയ്ക്കാം, പിന്നെ വൈകുന്നേരം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും മതി. ഒരു 6 ഗ്ലാസിൻ്റെയും 3 ദിവസം എടുക്കും കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് വിനാഗിരിയെ യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ കുറേ വിനാഗിരിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുഴുവൻ ഗ്ലാസ്സുകളും ക്ലീൻ ചെയ്തെടുക്കാം. ഇത് വിനാഗിരി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് 8 മണിക്കൂറിന് ശേഷം ഈ ഗ്ലാസ് എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ ഗ്ലാസ്. ഒരിക്കലും പറയില്ല നമുക്കിത് കോംപ്ലിമെൻറ്റ് കിട്ടിയ പ്രിൻറ്റഡ് ഗ്ലാസ് ആണെന്ന്. നമ്മുടെ അടുത്ത ഗ്ലാസ് എന്തായെന്ന് നോക്കാം. ഇതില്ലേ കിട്ടുന്നുണ്ട് കേട്ടോ, കൈ കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഓവർനൈറ്റ് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കൊരു സ്ക്രബ് കൊണ്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഹാർഡ് സ്ക്രബ് വേണം, സ്റ്റീലിൻ്റെ സ്ക്രബ് തന്നെ യൂസ് ചെയ്യുക. എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് വാഷ് ചെയ്യാം. നമ്മുടെ അടുത്ത ഗ്ലാസ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ് എടുക്കാം. ഈ ഗ്ലാസിൻ്റെ തന്നെ പ്രിൻ്റുള്ള ഭാഗം ഈ വിനാഗിരിയിൽ ഇങ്ങനെ മുങ്ങുന്നത് പോലെ വെച്ചിട്ട് ഞാൻ അടച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അവസാനത്തെ ഗ്ലാസ് ആട്ടോ ഇത്. ഈ ഗ്ലാസ് ഞാൻ കുറച്ച് അധികം സമയം തന്നെ ഇട്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10-12 മണിക്കൂർ ഇട്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിലെ പ്രിൻ്റ് ഫുള്ള് പോയിട്ടുണ്ട്. നമുക്ക് സ്ക്രബൊന്നും യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഈ ഗ്ലാസ് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ഗ്ലാസ്സാണിത്.
നമ്മുടെ 6 ഗ്ലാസ്സുകളും ഞാൻ പ്രിൻ്റൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ജ്യൂസ് ആണെങ്കിലും ചായ ആണെങ്കിലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഗ്ലാസ്സുകൾ കേട്ടോ ഇത്. ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ടിപ്പ്. നമ്മൾ യൂസ് ചെയ്യാണ്ട് കിടക്കുന്ന ഗ്ലാസ്സുകൾ ഇതുപോലെ പ്രിൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഡിസൈൻ ഗ്ലാസ് തന്നെയാണ്, പക്ഷെ നമുക്ക് പ്രിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ സെർവ് ചെയ്യാൻ എനിക്ക് കുറച്ച് ചമ്മലായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും ഇതുപോലെ തന്നെയുള്ള കിച്ചൺ ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.